നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടൻ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീട്ടിൽ റെയ്ഡ് നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഓപ്പറേഷൻ നുങ്കൂർ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് റെയ്ഡ് എന്നാണ് സൂചന. ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ ഇന്ത്യയിൽ എത്തിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നികുതി വെട്ടിച്ചുകൊണ്ട് നടന്മാരായിട്ടുള്ള പൃഥ്വിരാജും അതുപോലെ തന്നെ ദുൽഖർ സൽമാനും ആഡംബര കാറുകൾ ഇന്ത്യയിൽ എത്തിച്ചു എന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത്. ഇത് കണ്ടെത്താൻ വേണ്ടി പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തുള്ള വീട്ടിൽ റെയ്ഡ് നടത്തി കഴിഞ്ഞു. പക്ഷേ അവിടെ നിന്ന് ഒന്നും കണ്ടെത്താനാകാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മറ്റു വീടുകളിലേക്ക് പരിശോധന നീട്ടിയിരിക്കുകയാണ്. നികുതി വെട്ടിച്ച് വലിയ രീതിയിലൊരു തട്ടിപ്പാണ് സംഘം നടത്തിയിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇതിനിടയിൽ വലിയൊരു ബിനാമി സംഘം തന്നെയുണ്ട് എന്നുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ട് നടന്മാരുടെയും വീട്ടിലടക്കം റെയ്ഡ് നടത്തുന്നത്. 30ഓളം സ്ഥലങ്ങളിലാണ് 5 ജില്ലകളിലായിട്ട് ഈ റെയ്ഡ് നടക്കുന്നത് എന്നാണ് വിവരം. നുങ്കൂർ എന്നാൽ വാഹനം എന്നതാണ് അർത്ഥം. ഇത്തരത്തിൽ ഭൂട്ടാനിൽ നുങ്കൂർ എന്ന വാഹനം അർത്ഥം വരുന്ന ഒരു രീതിയിലാണ് ഈ ഒരു റെയ്ഡിന് ഇങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ഇത്തരത്തിൽ വലിയ രീതിയിൽ നികുതി വെട്ടിച്ചുകൊണ്ട് ആഡംബര കാറുകൾ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ടോ എന്നതാണ് അന്വേഷിക്കാൻ ശ്രമിക്കുന്നത്. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയിട്ടുള്ള 5ഓളം ജില്ലകളിലാണ് ഇത്തരത്തിൽ റെയ്ഡ് പുരോഗമിക്കുന്നത് എന്നാണ് വിവരം. പൃഥ്വിരാജിന്റെ തേവര എന്ന വീട്ടിൽ റെയ്ഡ് നടത്തിക്കഴിഞ്ഞു. വിദേശത്ത് നിന്ന് ആഡംബര വാഹനം ഇറക്കുമതി ചെയ്യുകയും പ്രത്യേകിച്ച് ഭൂട്ടാനിൽ നിന്ന് ഇത്തരത്തിലുള്ള ആഡംബര വാഹനങ്ങൾ വില കുറവ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഭൂട്ടാനിൽ നിന്ന് ഇത്തരത്തിൽ വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുകയും അവിടെ നിന്ന് ഒരു വ്യാജ രജിസ്ട്രേഷൻ ഉണ്ടാക്കി അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം സെക്കൻഡ് ഹാൻഡ് എന്നുള്ള നിലയിൽ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് വിവരം. ഇത് മുഖാന്തരം വലിയൊരു നികുതി വെട്ടിപ്പാണ് ഇവർ നടത്തുന്നത് എന്നുള്ള സ്ഥിരീകരണത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കൊച്ചിയിൽ ദുൽഖർ സൽമാന്റെ വീട്ടിൽ, പനമ്പള്ളി വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ നടന്മാരുടേതല്ലാതെ മറ്റു ബിസിനസ്സുകാരുടെയും വീട്ടിൽ ഇത്തരത്തിൽ റെയ്ഡ് നടക്കുന്നതായാണ് സൂചന. ഏജന്റുമാർ വഴിയാണ് ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഇനി ആരാണ്, ഏത് സംഘമാണ് ഇതിനു വേണ്ടി നിൽക്കുന്നത് എന്നതാണ് കണ്ടെത്താനുള്ളത്. ഇറക്കുമതി ചെയ്യുന്ന വണ്ടികളുടെ രജിസ്ട്രേഷനിൽ തുടരെ ഭൂട്ടാൻ എന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് എന്താണ് സംഭവം എന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഭൂട്ടാനിൽ നിന്ന് ഇത്തരത്തിൽ വാഹനങ്ങൾ എത്തിക്കാൻ, പ്രത്യേകിച്ച് ഭൂട്ടാനിലെ ആഡംബര വാഹനങ്ങൾക്ക് ഇന്ത്യയെ അപേക്ഷിച്ച് വില കുറവാണ് എന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആഡംബര വാഹനങ്ങൾ വാങ്ങി അവിടെ തന്നെ ഒരു വ്യാജ രജിസ്ട്രേഷൻ ഉണ്ടാക്കുകയും അവിടത്തെയും ഇവിടത്തെയും നികുതി വെട്ടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു കുറ്റമായിട്ട് പറയുന്നത്. എന്തായാലും ദുൽഖറിന്റെ വാഹന ശേഖരങ്ങളടക്കം പരിശോധിച്ചു വരികയാണ് എന്നാണ് വിവരം. ദുൽഖർ സൽമാൻ ആണെങ്കിലും നടൻ പൃഥ്വിരാജ് ആണെങ്കിലും വാഹന ശേഖരത്തിൽ ഏറ്റവും കൂടുതൽ ആഡംബര വാഹനങ്ങൾ ഉൾപ്പെടുത്തുന്ന 2 പേരാണ്. അദ്ദേഹത്തിന്റെ, ദുൽഖർ സൽമാന്റെ വാഹന ശേഖരത്തിലേക്ക് ഈ അടുത്ത ദിവസങ്ങളിലാണ് ആഡംബര വാഹനങ്ങളിൽ ഒന്നുകൂടെ കൂട്ടിച്ചേർത്തത്. മോളിവുഡിലെ യുവതാരങ്ങളിൽ ഏറ്റവും മികച്ച വാഹന ശേഖരമുള്ളവരിൽ ഒരാളാണ് ദുൽഖർ സൽമാൻ. പെർഫോമൻസ് കാറുകൾ, അതുപോലെ തന്നെ പ്രീമിയം SUV-കൾ, ആഡംബര കാറുകൾ തുടങ്ങി എല്ലാ ശ്രേണികളിലെയും വാഹനങ്ങളുമുള്ള ദുൽഖർ സൽമാന്റെ 369 എന്ന് പറയുന്ന വീട് ഗ്യാരേജിലേക്ക് ഏറ്റവും ഒടുവിലായിട്ട് ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായിട്ടുള്ള BMW-ന്റെ 7 സീരീസ് വാഹനം എത്തിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അതേ ഗ്യാരേജിൽ തന്നെയാണ് റെയ്ഡ് നടക്കുന്നത് എന്നാണ് സൂചന. കുറച്ച് നാളുകൾക്ക് മുമ്പ് ബെൻസ് MMG A45S4 ഒക്കെ തന്നെ മമ്മൂട്ടി സ്വന്തമാക്കിയത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയതാണ്. ഈ വർഷം തന്നെ ആസിഫ് അലിയും ഫഹദും നിവിൻ പോളിയും BMW 7 സീരീസ് വാങ്ങിയിരുന്നു. ജനുവരിയിലാണ് BMW 7 സീരീസിന്റെ പുതിയ മോഡൽ ഇന്ത്യയിൽ എത്തിച്ചത്. 3 ലിറ്റർ ഇൻലൈൻ 6 സിലിണ്ടർ പെട്രോൾ എഞ്ചിനുള്ള കാറിന് 381 bhp കരുത്തും 520 Nm ടോർക്കുമുണ്ട്. 48 V ഇലക്ട്രിക് മോട്ടോർ വാഹനം ആണ് ഇത്. 18 HP ആണ് മോട്ടോറിന്റെ കരുത്ത്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് ഗിയർ ബോക്സ് ആയിട്ട് വരുന്നത്. വേഗം 100 കടക്കാൻ വെറും 5.4 സെക്കൻഡ് മാത്രം മതി എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയ രീതിയിൽ ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ദുൽഖർ സൽമാൻ. മലയാള സിനിമയിലെ ആദ്യ ഫെരാരി ഉടമയായി മാറിയതും ദുൽഖർ സൽമാൻ ആണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത്. അതേപോലെ തന്നെ പൃഥ്വിരാജിന്റെ ആഡംബര കാറുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ എടുത്തു നോക്കുകയാണെങ്കിലും എണ്ണം പറഞ്ഞ വണ്ടിഭ്രാന്തന്മാരുടെ ഉലകമാണ് മോളിവുഡ് എന്ന് പറയുമ്പോൾ അതിൽ പിന്നീട് ഓർക്കാൻ പറ്റുന്ന ഒരു പേര് അത് പൃഥ്വിരാജിൻ്റെത് തന്നെയാണ്.
മമ്മൂട്ടിയും ദുൽഖർ സൽമാനും മോഹൻലാലും ആസിഫ് അലിയും ടൊവിനോ തോമസും ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും പൃഥ്വിരാജും ഒക്കെ തന്നെ ഇത്തരത്തിൽ വലിയ ആഡംബര വാഹനങ്ങൾ കൊണ്ടുവരുന്നതിൽ കമ്പമുള്ളവരാണ് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇത്തരത്തിൽ പൃഥ്വിരാജിൻ്റെതടക്കമുള്ള ആഡംബര വാഹനങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടത്തിവരുന്നത്. ദുൽഖറും പൃഥ്വിരാജും കട്ട കമ്പനി ആവാനുള്ള മറ്റൊരു കാരണം ഈ വണ്ടിഭ്രാന്താണ് എന്നതടക്കം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു അഭിപ്രായമായിരുന്നു. ഇരുവരും ആഡംബര സ്പോർട്സ് കാറിൽ കോട്ടയത്ത് കൂടി ചീറിപ്പാഞ്ഞ വാർത്തകളടക്കം വലിയ രീതിയിൽ വിവാദമായതും ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട്. കരിയറിന്റെ തുടക്കത്തിലാണ് അഹങ്കാരിയാണെന്ന തെറ്റിദ്ധാരണയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഇത്തരത്തിൽ പൃഥ്വിരാജിനെ പറഞ്ഞിരുന്നത്. അന്നും ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇത്തരത്തിലുള്ള ആഡംബര വാഹനങ്ങളോട് തന്നെയായിരുന്നു എന്നുള്ളതാണ്. ലംബോർഗിനി അടക്കം പൃഥ്വിരാജിന്റെ കൈവശമുണ്ട്. ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ വാഹനങ്ങളെ ചൊല്ലി അദ്ദേഹത്തെ ട്രോളുന്നതടക്കമുള്ള കാര്യങ്ങളും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇതിനിടയിലാണ് ഏകദേശം 3.49 കോടി രൂപയോളം വില വരുന്ന ഇത്തരത്തിലുള്ള വാഹനങ്ങൾ അദ്ദേഹത്തിന്റെ കളക്ഷനിലൊക്കെ കൂടുതലായിട്ട് വരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. പെർഷ്യ 911 GT3 ടൂറിംഗിന്റെ ഡെലിവറി ലഭിക്കുന്ന ഒരു വാഹനം, അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ശേഖരണത്തിലേക്ക് വലിയ രീതിയിലുള്ള ആഡംബര വാഹനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ മലയാളികൾ അടക്കം വലിയൊരു ശൃംഖല തന്നെ വാഹനങ്ങൾ നികുതി വെട്ടിച്ചുകൊണ്ട് വാഹനങ്ങൾ പ്രത്യേകിച്ച് ഭൂട്ടാനിൽ നിന്ന് എത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വ്യക്തമായിരിക്കുന്നത്. ഇനി അതിന്റെ പ്രധാന ശ്രേണി എവിടെയാണ് എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും വ്യാപകമായിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്, റെയ്ഡാണ് നടക്കുന്നത്. ഏകദേശം 5 ജില്ലകളിലായിട്ട് 30ഓളം സ്ഥലങ്ങളിൽ റെയ്ഡ് പുരോഗമിക്കുകയാണ്.